സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ടാഗ് ലൈനോടെ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാനെത്തിയ ജാസ്മിൻ തുടക്കത്തിൽ നവമാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് മാത്രം പരിചിതമായ മത്സരാർത്ഥിയായിരുന്നു. ഒന്നാം ദിവസം മുതൽ കളനിറഞ്ഞു നിന്ന പ്ലെയറുമായിരുന്നു. കൂടാതെ നിരനിരയായ വിവാദങ്ങൾ കൂടി വന്നതോടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ജാസ്മിൻ സുപരിചിതയായി. ടോപ്പ് സിക്സിൽ ഇടം പിടിച്ച് നേടിയെങ്കിലും കപ്പ് നേടാൻ കഴിയാതെ മൂന്നാം സ്ഥാനത്ത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. നടൻ ഗബ്രി ജോസുമായി ചേർന്ന കോംബോ സൃഷ്ടിച്ചതും സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും എല്ലാമാണ് ജാസ്മിന് ബിഗ് ബോസ് ട്രോഫി നഷ്ടപ്പെടാൻ കാരണമായത്. ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചുവെങ്കിൽ ബിഗ് ബോസ് മലയാളം വിന്നർ നേടുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാകുമായിരുന്നു ജാസ്മിൻ. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം വർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനായി കൊച്ചിയിൽ ഫ്ലാറ്റെടുത്താണ് ജാസ്മിൻ്റെ താമസം. സമയം കണ്ടെത്തി കുടുംബത്തെ കാണാൻ ഇടയ്ക്ക് കൊല്ലത്തേക്ക് വരും. ബ്യൂട്ടി ടിപ്സ്, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന കണ്ടന്റുകൾ. 10 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ വൈറൽ റീലുകളും ക്രിയേറ്റ് ചെയ്തും ജാസ്മിൻ പങ്കിടാറുണ്ട്. അത്തരത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കഴിഞ്ഞിരുന്ന ദിവസം ജാസ്മിൻ ചെറിയ റീൽ വൈറലായിരുന്നു. നടന്നുപോയിരുന്ന ജാസ്മിനെ ആൺസുഹൃത്ത് ഒറ്റക്കൈകൊണ്ട് ഉപയോഗിച്ച് എടുത്തുയർത്തുകയായിരുന്നു റീൽ. സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകളാണ് ഈ ട്രെൻഡിംഗ് ലിങ്ക് ഷെയർ ചെയ്തതും കണ്ടതും. ജാസ്മിൻ്റെയും സുഹൃത്തിൻ്റെയും റീൽ അതിവേഗത്തിൽ 5 മില്യൺ അടുത്ത കാഴ്ചക്കാരെ നേടുകയും ചെയ്തു. റീലിൻ്റെ ബിഹൈൻഡ് ദ സീനും ജാസ്മിൻ പങ്കിട്ടിരുന്നു. 72 കിലോയുള്ള തന്നെ ഒറ്റക്കൈയിൽ എടുക്കുക എന്നത് നിസ്സാര കാര്യമല്ലെന്നും അതിനാൽ റീലെടുക്കാൻ സഹകരിച്ച സുഹൃത്തിന് സീ ഫുഡ് വാങ്ങിക്കൊടുത്ത് ട്രീറ്റ് ചെയ്തുമെന്നെല്ലാം ബിഹൈൻഡ് വുഡ് സീൻസിൻ വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞു. എന്നാൽ രണ്ട് വീഡിയോയ്ക്കും പതിവുപോലെ ജാസ്മിൻ്റെ ഭൂതകാലങ്ങൾ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള പരിഹാസങ്ങളും കമന്റുകളും എല്ലാം നിറഞ്ഞു. ഏറെയും ചോദ്യം ബിഗ് ബോസിൽ നിന്ന് ജാസ്മിന് കിട്ടിയ സുഹൃത്തായ ഗബ്രിയെക്കുറിച്ചായിരുന്നു. ഗബ്രിയെ ഒഴിവാക്കിയോ, ഗബ്രിയേക്കാൾ മാച്ചിങ് പുതിയ ചെക്കനാണ് എന്നിങ്ങനെ പോകുന്നു ചില കമന്റുകൾ. ഗബ്രിയേക്കൊപ്പം നടക്കുമ്പോൾ ചേച്ചിയെയും അനിയനെയും പോലെയും തോന്നുന്നു. മസിലും ഉയരവും ഫിറ്റും ബോഡിയുള്ള ഈ പയ്യനെ പോലുള്ള ചെക്കന്മാരാണ് ജാസ്മിന് മാച്ചെന്നും കമന്റ് ഉണ്ടായിരുന്നു. സഹിയിട്ട് ജാസ്മിൻ തന്നെ ഒടുവിൽ പ്രതികരിച്ചു. തനിക്ക് നിരവധി ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പഴകിയിട്ട് മടുത്തു എന്നാണ് ജാസ്മിൻ പറയുന്നത്. ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ കോംബോ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പരിപാടി ഇതിലെങ്കിൽ ഒന്ന് നിർത്തുക. എനിക്ക് ഈ ലോകത്ത് ഇഷ്ടം പോലെ ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കേട്ട് കേട്ട് മടുത്തു ഞാൻ. ആങ്ങളമാരെ പോലെ കാണുന്ന കുറച്ച് ആൺപിള്ളേരാണ്. മനസ്സിലാക്കുക, പ്രതീക്ഷിക്കുന്നു. നന്ദി എന്നാണ് ജാസ്മിൻ കുറിച്ചത്. ആര് എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് പോലുള്ളവർക്ക് അറിയാം ജാസ്മിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന്. നിങ്ങൾ അടിച്ചു പൊളിക്ക്, ഇനിയും കുറേ റീൽസ് ഇടൂ എന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ കുറിച്ചത്.